ഇന്ന് ജനുവരി 28 കേട്ടാ. 2 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ നന്നു ഉണ്ടായ ദിവസമാണ് കേട്ടാ. അപ്പോൾ നന്നുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലബിൽ വെച്ച് ആഘോഷിക്കാന്ന് കേട്ടാ വിചാരിച്ചത്. ക്ലബിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു സർപ്രൈസ് ആണ് കേട്ടോ ഒരുക്കിയിട്ടുണ്ടായത്. അവര് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി. വളരെ ചെറിയ രീതിയിൽ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അതിലും വലിയ ഗംഭീരമായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയത്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ സ്പാനിഷ് ഡിലൈറ്റ്സിന്റെ 2 കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത്. നന്നൂനാണെന്നുണ്ടെങ്കിൽ ബലൂൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട കേട്ടാ. പിന്നെ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കായിരുന്നു കേട്ടാ. അങ്ങനെ നന്നുവിന്റെ ചേട്ടന്മാരുടെ നന്നുവിന് വേണ്ടിയിട്ട് ഒരു ഗംഭീര ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലബിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്നിട്ട് നല്ല സൂപ്പർ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ ഞങ്ങൾ കൊടുത്തു. കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നന്നുവിന്റെ ചേട്ടന്മാരെല്ലാവരും കൂടിയിട്ട് നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള ഫുഡ് അടിയിലേക്ക് കടന്നു കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ ഫുഡ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പൊറാട്ടയും ബട്ടർ ചിക്കനും ആയിരുന്നു കേട്ടോ. ബട്ടർ ചിക്കൻ വേറെ ആരല്ല നമ്മുടെ അനയാണ് വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടന്മാരാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനിരുന്നത്. നന്നുവാണെന്നുണ്ടെങ്കിൽ പൊറോട്ട ആയതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അവൻ കഴിച്ചില്ല കേട്ടാ. അവരാണെന്നുണ്ടെങ്കിൽ പതുക്കെ കഥകളൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലബിൽ എന്ത് പരിപാടി ഉണ്ടായാലും 2 സ്റ്റെപ്പ് വെക്കേണ്ട ഒരു സമാധാനം ഉണ്ടാവില്ല ചേട്ടാ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടിയിലേക്ക് കടന്നു കേട്ടാ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് പിന്നെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാന്ന് ചോദിച്ചിട്ടാ. അപ്പോഴേക്കും അൺബോക്സ് ചെയ്യുന്ന ആളാണെങ്കിൽ കിടന്നുറങ്ങിപ്പോയി. എന്നാലും ഞങ്ങൾക്ക് അതൊരു തുറക്കാണ്ടൊരു സമാധാനം ഉണ്ടായില്ല ചേട്ടാ. അങ്ങനെ നന്നുവിന്റെ ചേട്ടന്മാരെ വക നന്നുവിന് നല്ലൊരു സ്പൈഡർമാന്റെ ടോയ് ആണ് കേട്ടോ കിട്ടിയത്. നന്നുവിന്റെ ക്ലബിലെ ചേട്ടന്മാരെ വകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിമോട്ട് കാറാണ് കേട്ടോ കിട്ടിയത്. നന്നുവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നന്നുവിന്റെ ബർത്ത്ഡേ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടാ.